ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി ഇവിടെ എടുത്തിരിക്കുന്ന മീൻ ആവോലിയാണ്. അത് ഏകദേശം ഒരു 400 ഗ്രാമോളം ആവോലിയാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ അരയ്ക്കാൻ വേണ്ടിയുള്ള ചേരുവകളാണ്. തേങ്ങ അരയ്ക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വറ്റൽമുളകാണ് നമ്മളിവിടെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട ചേരുവകൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ്. നമ്മൾ ഇവിടെ കുടംപുളിയല്ല ഇതിൽ ചേർക്കുന്നത്, ഇതിൽ വാളംപുളിയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 തക്കാളി, ഒരു അരമുറി സവാള, ഒരു 15 കഷ്ണം ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വാളംപുളി വെള്ളം ചേർത്ത് അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. കാരണം അതിൻ്റെ സത്തിറങ്ങി നമ്മൾ അതിൻ്റെ വെള്ളം മാത്രമായിരിക്കും കറി ചേർക്കുന്നത്. നമുക്ക് തേങ്ങ അരിക്കുന്നതിനായിട്ട് ഒരു മിക്സി എടുക്കാം. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ട ചേരുവകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഒരു 5 അല്ലി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഒരു 4 പച്ചമുളക് ചേർന്ന് കൊടുക്കുന്നു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ലേശം ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിത് അടിച്ചെടുക്കാം. കാരണം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ല ടേസ്റ്റ് കിട്ടും. കാരണം അതിൻ്റെ എണ്ണയൊന്നും പൊങ്ങി വരാതെ ചൂടുവെള്ളമാകുമ്പോൾ കറക്റ്റ് അരച്ച് നമുക്ക് കറക്റ്റ് അരപ്പ് കിട്ടും. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്, നമുക്കത് വെക്കാം. നമുക്കിനിയും നമ്മുടെ വറുത്തരച്ച മീൻകറി ഉണ്ടാക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. എപ്പോഴും നമ്മൾ മീൻകറി വെക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളും ഉണ്ടാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ നമ്മളത് മൺചട്ടി വെച്ച് നമ്മളിപ്പം തീ ഓണാക്കി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉലുവയാണ്. നമുക്ക് നമ്മളുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സവാള, നമ്മുടെ കൊച്ചുള്ളി, സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊച്ചുള്ളിയും സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതീയിൽ വെച്ച് നമുക്കതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിനാവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കാം. കാരണം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വേഗം വഴണ്ടു വരാൻ നമ്മളെ സഹായിക്കും. എന്നിട്ട് നമുക്ക് അത് ഒന്ന് വഴണ്ടു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളുടെ കൊച്ചുള്ളിയും സവാളയും നല്ലവണ്ണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മളിതിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ചേർക്കാതെയാണ് നമ്മൾ
മീൻകറി ഉണ്ടാക്കാൻ പോകുന്നത്. ആ മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നമ്മൾ നല്ലവണ്ണം വഴറ്റി ആ മഞ്ഞൾപ്പൊടി ഒന്ന് ഇതിനകത്ത് കിടന്ന് മൊരിഞ്ഞ് വരട്ടെ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മൊരിച്ചെടുക്കണം. കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. ഇവിടെ മഞ്ഞൾപ്പൊടി നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഗ്രേവി വേണ്ടത് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് നമ്മുടെ അരപ്പ് മിക്സ് ചെയ്യാം. അരപ്പ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യാനുസരണം അതിൻ്റെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എന്നിട്ട് അതിനൊന്ന് നല്ലവണ്ണം തിളയ്ക്കാൻ വെക്കാം. ഇവിടെ അരപ്പ് നല്ല രീതിയിൽ തിളച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് നമ്മളുടെ മീനിനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കയ്യിലിട്ട് നമ്മൾ ഇത് ഇളക്കുന്നില്ല. കാരണം കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഒന്ന് കയ്യിലെടുത്ത് പെതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഒന്ന് പെതുക്കി ഒന്ന് എടുത്ത് അവനെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കും. നമുക്ക് ഇതൊന്ന് വേകുന്നവരെ കാത്തിരിക്കാം. നമ്മൾ വെന്തതിന് ശേഷം ആണ് നമ്മൾ നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറി ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്നുകൂടി നമ്മളതൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പുളി ചേർത്ത് കൊടുക്കാം. പുളി ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ പെതുക്കെ അതായത് ആദ്യമേ കുറച്ച് ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എത്രത്തോളം പുളിയുണ്ട് ഇത് നോക്കിയിട്ട് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഞാനപ്പം കുറച്ചിപ്പം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ തക്കാളി ചേർത്തേക്കുന്നതുകൊണ്ട് തക്കാളിയുടെ പുളി കാണും. അപ്പം അതിനനുസരിച്ച് മാത്രം നമ്മൾ വാളംപുളി ചേർത്ത് കൊടുക്കാവൂ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ലേശം പുളി കൂടി വേണം. അപ്പം ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മതി. അപ്പം അത്രയും പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് ചുറ്റിക്കാം. നമ്മളുടെ മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാനുള്ളത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ താളിക്കാൻ വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് വെച്ച് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്ക് ആദ്യം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് നമുക്ക് കറിവേപ്പില, സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നമ്മൾ സവാള, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് താളിക്കാനുള്ള വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ താളിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ താളിക്കുവാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. താളിക്കുന്നതിനും എല്ലാം എണ്ണയും മഞ്ഞൾപ്പൊടിയും ചേർന്ന് ഇതും കൂടെ ഇതായി വരുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു ടേസ്റ്റ് കറിക്ക് കിട്ടുന്നതായിരിക്കും. നമുക്കിതിനെ ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നമ്മുടെ താളിച്ച മിശ്രിതത്തെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർന്ന് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ കറിയിലേക്ക് അതിനെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ശേഷം നമുക്കൊന്ന് കറി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഒരു സൂക്ഷിച്ചു. അങ്ങനെ തക്കാളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച മീൻകറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.